ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കാലം കേടുകൂടാതെ നിൽക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 1.5 കപ്പ് പഞ്ചസാരയാണ്. 1.5 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ കേക്ക് നന്നായിട്ട് കിട്ടില്ല. പഞ്ചസാരയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡായിട്ട് മാറും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ അടിച്ചതിന് ശേഷം വീണ്ടും അടിക്കുക. കാരണം പഞ്ചസാര അടിയിൽ പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് അടിഞ്ഞ് കിട്ടില്ല. ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും കേക്ക്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൈദ ഇട്ട് കൊടുക്കാം. മൈദ നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് ഒരു മാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്കിതിന് 4 കപ്പോളം മൈദ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചായി ഇട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണിത്. ഈവനിങ്ങിലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ടും ചെയ്തെടുക്കാം. അത് കുറച്ചുകൂടി ഹാർഡായിട്ടുണ്ടാവും. 2 സ്പൂൺ റവ ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് സോഫ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റും കിട്ടും. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുക്കലാണ് കുറച്ചൊരു പണിയുള്ളത്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ കൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ ബോൾസാക്കി പരത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ, കേക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു വര കൂടി അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കത്തി കൊണ്ട്. കാരണം ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു സോഡാ മുടി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത്ര റെഡി ആയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൂടി ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഉമ്മാക്ക് ചെയ്യാൻ കൊടുത്തു. ബാക്കി ഉമ്മയാണ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഓവറായിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കുറച്ച് വേവേണ്ടത് കൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതിവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ കേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. എങ്കിലേ ഉള്ളൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറം മാത്രം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ വേവാത്ത പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സോഡാമൂടി വെച്ച് ചെയ്തത് ഈ ഒരു ഷേപ്പാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തോ ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നിങ്ങളൊരു എയർ ടൈറ്റുള്ള ബോക്സിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ചയോളം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി കേടുകൂടാതെ നിൽക്കുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.